ഓ ഇല്ലാട്ടോ അല്ലാട്ടോ. ആ കഴിഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭാഗ്യം വരാണ്ട്. ഞാൻ അച്ചാർ കൂട്ടാത്ത ആളാട്ടോ. അച്ചാറിന്റെ ടേസ്റ്റ് കൊണ്ട് കൂട്ടണം. ക്യാമറയിൽ നമ്മളില്ല. അങ്ങോട്ട് പോയിട്ടാ. അപ്പോൾ ഇന്ന് എൻ്റെ 42ാമത്തെ ബർത്ത്ഡേ കേട്ടോ. എൻ്റെ 38 വയസ്സെന്താണെന്ന് തോന്നുന്നുണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അപ്പം മുതൽ എൻ്റെ എല്ലാ ബർത്ത്ഡേയും ഞാൻ പറയാറുണ്ട് കേട്ടോ. 38 വയസ്സായി, 39 വയസ്സായി, അങ്ങനെ 40ആയി, 41ആയി, 42 ആയിട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ബുക്കുട്ടൻ വീട്ടിൻ്റെ കൂടെ ബൈ പറയാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലാണല്ലോ. കാരണം 42ാമത്തെ ബർത്ത്ഡേയിൽ എനിക്കൊരു കുഞ്ഞു കുട്ടിയും കൂടിയുള്ള ഒരു ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ. ബുബുക്കുട്ടൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ. ബുബുക്കുട്ടൻ്റെത് ഈ ജൂൺ 4-ാം തീയതി. അവനക്ക് 3 വയസ്സ് കഴിഞ്ഞു അല്ലേ. വലിയ കുട്ടിയൊക്കെയാണ് ഇപ്പോൾ ബൂബു. ഇതിൻ്റെ പുതിയ മാക്സിയാണ് കേട്ടോ. പുതിയ മാക്സി തയ്ച്ചതാണ്. അജുവ കളക്ഷൻസിൽ നിന്ന് എടുത്ത തുണി കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ റൗണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ട് ചെറിയ ഞെറിവൊക്കെ കൊടുത്ത് ഇവിടെ മാത്രം ഞെറിവുള്ള നമ്മൾ പണ്ടത്തെ മാക്സി പോലത്തെ ഒരു മാക്സിയാണ് കേട്ടത്. ബാക്കില് ഞെറിവൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണ്. ഇതിന് കഴിഞ്ഞിട്ടത്ത് ഇങ്ങനെ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൈമാറാൻ അങ്ങനെ പതിവൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ശരിയാ. എനിക്കൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. ഇന്ന് രാവിലെ അതിന് പോവാൻ വേണ്ടി പറ്റില്ല, സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് പറ്റിയില്ല. യാമിക്കുട്ടിക്ക് സുഖമില്ല കേട്ടോ. അത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കടം കൂടെ ആയിരുന്നു അല്ലേ. കടം വീട്ടാൻ പറ്റിയില്ല. അപ്പൊ ഇക്ക പറഞ്ഞു നമുക്ക് നാളെ അങ്ങോട്ട് പോവാ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. നാളെ അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ കാണാം ആ കടം എന്താണെന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ആ കടം. വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിക്കാറില്ല. കാരണം വെഡിങ് ആനിവേഴ്സറിക്ക് ബർത്ത്ഡേനേക്കാളും ഒരു പ്രത്യേകത. കാരണം നമുക്ക് നല്ലൊരു ജീവിതം കിട്ടിയ ദിവസം. അതെ, എവിടെയോ കിടക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ ഒന്നായിട്ടുള്ള ആ ഒരു ദിവസം, അത് ഭയങ്കര ഒരു നമുക്ക് സന്തോഷമുള്ള ഒരു ദിവസമാക്കാറില്ലേ. അപ്പൊ നമുക്ക് ഇണങ്ങിയ ജീവിത പങ്കാളിനെ കിട്ടല് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ഈസിയാണ്. കാരണം ഒരുപാട് മാട്രിമോണി സൈറ്റുകളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഇതിനെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. യാമക്കുട്ടി വിളിച്ചിട്ട് ഇക്ക അങ്ങോട്ട് പോയിട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുയോജ്യമായ ഇണകളെ കണ്ടുപിടിക്കാനുള്ള മാട്രിമോണി സൈറ്റുകൾ ഉണ്ടല്ലോ. അതിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മുസ്ലിം മാട്രിമോണി സൈറ്റ് ആണ് നിക്കാഹ് ഫോറെവർ. ഞാൻ ഇതിന് മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലെ. അതിൽ 100% പരിശോധിച്ച് ഉറപ്പുവരുത്തിയ നല്ല പ്രൊഫൈലുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളുണ്ട്. അതുപോലെ നമ്മളെ പൂർണ്ണമായ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ 55,000-ൽ പരം വിജയകരമായ സ്റ്റോറികൾ ഉണ്ട് കേട്ടോ. അതുപോലെ 1-ലധികം ഓപ്ഷനുകൾ ഉണ്ട്. അതുപോലെ ഇത് ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ആർക്കാണെങ്കിലും പുതിയൊരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പുതിയ ചെക്കനെ ഒക്കെ തേടി നടക്കണവർ എന്തായാലും നിക്കാഹ് ഫോറെവറിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഇണകളൊക്കെ കണ്ടെത്താൻ പറ്റട്ടെ. അപ്പൊ ഞാൻ യാമിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ കേട്ടോ. യാമിക്കുട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഇതാ യാമിക്കുട്ടിയും പപ്പിയും കളിക്കുന്നുണ്ട്. യാമിക്കുട്ടിന് ഇന്നലെയാണ് 3ാമത്തെ വാക്സിൻ വെച്ച ദിവസമാണ് അല്ലേ. യാമിക്കുട്ടി വയ്യാത്ത കുട്ടിയാണ്. ഇത് വയ്യാത്ത കുട്ടിയാണ് അല്ലേ. കളിപ്പാട്ടം കൈ നീട്ടി വാങ്ങലൊക്കെ തുടങ്ങിയിട്ടോ യാമിക്കുട്ടി. 10 സെക്കൻഡ് നിക്കുള്ളൂ. അതാ പനിയൊക്കെ ആയി നേരിയതുകൊണ്ട് പുതച്ചൊക്കെ കിടക്കട്ടെ യാമിക്കുട്ടി. പനി എന്താണെന്ന് പറഞ്ഞോ ഞാൻ. അതായത് വാക്സിൻ വെച്ചിട്ടോ. ഉള്ള 3ാമത്തെ വാക്സിനും കഴിഞ്ഞ് 10ാമത്തെ മാസത്തിലുള്ളൂ ഇനി വാക്സിൻ. അപ്പൊ അതിന്റെ ചെറിയ പനിയിലാണ് കേട്ടോ. പനീന്റെ ഉള്ളൂ, കരച്ചിലും പിടിച്ചില്ല അങ്ങനെയൊന്നുമില്ല. ഇന്നലെ വാക്സിൻ വെക്കാൻ പോകുമ്പോ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. യാമിക്കുട്ടി മുഖം മറിച്ചിക്ക. യാമിക്കുട്ടി ഇന്ന് സൂചി വെക്കാൻ പോവണ്ടേ. ഇപ്പൊ നീക്കണം. സൂചി വെക്കണം. സൂചി വെക്കണം. കുഞ്ഞു സൂചി ട്ടാ. കുഞ്ഞു സൂചി. വേദനിക്കൂല കേട്ടോ. യാമിക്കുട്ടിനെ പപ്പ കുളിപ്പിക്കണേ.
സൂചി വെക്കാൻ പോണത് പ്രമാണിച്ചിട്ട് പപ്പയെ കുളിപ്പിക്കണേ അല്ലേ? തള്ളാരൊക്കെ കുളിപ്പിക്കുമ്പോ അങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കും. പഴയ തള്ളാരൊക്കെ കുളിക്കുമ്പോഴേ ഇങ്ങനെ കേക്കലുണ്ട്. ഇങ്ങനെ കുളിപ്പിക്കുമ്പോ ഞാനതറിയാതെ പറയും. എല്ലാരും മാറി മാറി കുളിപ്പിക്കല്ലേ? ഇക്ക കുളിപ്പിക്കും, ഞാൻ കുളിപ്പിക്കും, ഷഫ്മോ കുളിപ്പിക്കും. ആർക്കാ വട്ടവിച്ച പോലെ കുളിപ്പിക്കുക. കുട്ടികൾ വെറുതെ കറിയാണ് കേട്ടാ. വെറുതെ അവർക്ക് കളിക്കണ സാധനങ്ങളൊന്നും കിട്ടാത്തോണ്ടാണ്. ശരിക്കുള്ള പോളിയോ എടുക്കല്. കുട്ടി കരഞ്ഞു, എല്ലാരും കരഞ്ഞു. 3 സൂചിയാണ്. കയ്യുമ്മല് 2, കാലുമ്മല്. കഴിഞ്ഞിട്ടോ ഞമ്മക്ക് പോവട്ടോ. പരിപാടിയൊക്കെ ചടുപിടുവാനാ കഴിഞ്ഞില്ലേ? വേഗം പരിപാടി കഴിയും. അങ്ങനെ ആലോചിച്ചോളം അങ്ങനെ ഉറങ്ങി. ആ കുത്തുമ്പോള്ള നല്ല കരച്ചിലിട്ടോ. അത് കഴിഞ്ഞപ്പോ കരച്ചിലൊക്കെ നിന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കരഞ്ഞ് നമ്മളെ വീടെത്തിയിടാ അപ്പൂസേ, വീടെത്തിയിടാ. അപ്പൊ ഇന്നലെ സൂചി വെക്കണ സമയത്ത് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇക്കാനോട് വരുന്നു, കരച്ചിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ. സാധാരണ കരയിനാടുമ്പോ എല്ലാവർക്കും കുട്ടിയുടെ കരച്ചിൽ കാണാൻ നല്ല രസം. അതായത് ആദ്യമായിട്ടാണ് അങ്ങനെ കരച്ചിൽ കേൾക്കുന്നത്. ഞാൻ പറയാ ഒരു വരി 2 വരി കരച്ചിൽ കേട്ടിട്ടുണ്ട്, ഒരു 10 വരി കരച്ചിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല. 10 വരി കരച്ചിലൊക്കെ ആയപ്പോഴും ചുണ്ട് ഇങ്ങനെ ആവലും കണ്ണീന്ന് വെള്ളം വരലും പീലിയൊക്കെ നനഞ്ഞിട്ടപ്പോ അത് കാണുമ്പോ നല്ലൊരു രസം തോന്നി. അപ്പൊ 4ാം മാസത്തില് കുട്ടികൾക്ക് 3 സൂചിയുണ്ടോ? അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു കയ്യുമ്മയും 2 കാലിന്റെ തൊടയിലും ഒക്കെ. പിന്നെ വന്നപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാ വാക്സിൻ ചെയ്യുന്ന ദിവസമൊക്കെ ഞാൻ വ്ലോഗ് ചെയ്യലുണ്ടല്ലോ. ഇപ്പൊ ഈ വാക്സിൻ ചെയ്യുന്ന ദിവസം ഞാൻ ഓളെ കൂടെ ഇങ്ങനെ സുഖമായിട്ട് കിടക്കും, നോക്കും ഒക്കെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, വാക്സിൻ ചെയ്യുന്ന ദിവസം അമ്മമാര് നല്ല ഫ്രീ ആയിട്ട് കുട്ടികളെ കൂടെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ വ്ളോഗ് ചെയ്യാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് വ്ളോഗുമ്പോ ഒരു ശ്രദ്ധ പോകുമല്ലോ. അപ്പൊ ഇന്നലെ ഫുള്ള് ഞാൻ യാമിക്കുട്ടിയുടെ കൂടെ ആയിരുന്നു അല്ലേ യാമിക്കുട്ടിയെ? അപ്പോൾ ഇന്നലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പനിക്കണേനുള്ള മരുന്ന് നമ്മൾ വന്നേക്കന്നെ കൊടുക്കുമല്ലോ. അത് കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോവാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ രാവിലെ നീച്ച് നോക്കുമ്പോ ഭയങ്കര ചൂട് കിട്ടോ. കൈന്റെ അടിയൊക്കെ ഞാൻ പറയാ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചാൽ ബുൾസൈ ആയിട്ടുണ്ട് കിട്ടും. അപ്പൊ പറഞ്ഞു അന്ന് പോക്ക് നടക്കും. അപ്പൊ ഇക്ക സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകണം വെച്ചിട്ടായിരുന്നു. അപ്പോഴാണ് ഇക്ക പറഞ്ഞു ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് രാവിലെ നീച്ചേക്ക് ഇനിയിപ്പോ പോവാൻ പറ്റൂലെന്നൊക്കെ. അപ്പൊ ഞങ്ങള് പറയപ്പോ നാളെ നമുക്ക് പോവാന്ന്. നല്ല പനിയും ഒക്കെ ഉണ്ട് തന്നെ കേട്ടോ. നല്ല വാശിയും കരച്ചിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല കുട്ടിയാണ്. പിന്നെ ഇപ്പാന്റെ കുട്ടിയാ? ഇപ്പാന്റെ കുട്ടിയാട്ടോ. ഇക്കാനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാനെ കാണുമ്പോ നല്ല ചിരിയും കളിയും ഒക്കെയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ വാവുവാണ്. പിന്നെ സൂചി കുത്തി എല്ലാരും കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞ ഇത് ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരി കേട്ടോ തന്ന ഡ്രസ്സാ. ഇത് അന്ന് കൊടുന്നപ്പോ അവൾക്ക് വലുതായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഡ്രസ്സ് എന്നാടാനാകും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. എന്താ പേര് നിനക്ക് ഓർമ്മയില്ല. കാറൊക്കെ ഓടിച്ചിട്ടാണ് വന്നത്. വണ്ടി ഓടിക്കാനൊക്കെ അറിയും. ഓരോ നാത്തൂനെയൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ് വന്നിരുന്നത്. നല്ല കട്ട സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാനാണ് അങ്ങനെ. അപ്പൊ ആ ഡ്രസ്സാണ് കേട്ടോ ഇന്നിട്ട് കൊടുത്തേക്കണ്. ചോറ് മേടിക്കാൻ പോവാനായില്ലേക്ക? ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു ബക്കറ്റ് ചോറ് മേടിക്കാൻ പോവാ കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാ നമ്മളവിടുത്തെ ശ്രോതാക്കളെ നേർച്ചട്ടെ എല്ലാ നാട്ടിലും നഗ്നേക്കാളും നേർച്ച. അപ്പൊ ഇന്നിപ്പോ ഈ നേർച്ച ചോറ് കാരണം ഇന്നിപ്പോ നമ്മളെ വീട്ടിൽ ഉച്ചക്ക് വെപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നേർച്ച ചോറ് ഇറച്ചി എന്ന് പറയുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെയാണ്. എന്തായാലും അതൊക്കെ വീട്ടിട്ട് വരാം. അതിന്റെ പൊലിവിലാണല്ലേ? അതിന്റെ പൊലിവില. പൊള്ളിക്കലല്ലേ ചോറുള്ള ദിവസം വേറൊരു പൊലിവല്ലേ? ചോറിന്റെ ഇറച്ചി എന്റെ അച്ചാർ എടുക്കും. യാമിക്കുട്ടി നോക്കുക എന്നെ കിടത്തിയിട്ട് പോവുകയാണില്ലേ എല്ലാരും ചോറ് വരട്ടാ. എക്സ്ട്രാ ചോറ് വേണ്ടേ? ഇനിയിപ്പോ എല്ലാവർക്കും അങ്ങോട്ട് ഓടണ്ടായിരുന്നു. പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ നല്ല തിരക്കുണ്ടാവും. എല്ലാരും പറഞ്ഞു ഇതിലേക്ക് 2 ശർക്കര ഇടാനൊക്കെ. ശർക്കര ഇട്ടാൻ കൂടി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടേ. കഴിഞ്ഞ വീഡിയോയില് നമ്മളുടെ ഇലുമ്പാമ്പുളി അച്ചാറാണ്. ഞങ്ങളുടെ ഇലുമ്പാമ്പുളി എന്നൊന്നും കേട്ടോ. ഇലുമ്പാമ്പുളി ഞാൻ അച്ചാർ കൂട്ടാത്ത ആളോ. ഓളെ അച്ചാറിന്റെ ടേസ്റ്റ് കൊണ്ട് കൂട്ടിയാണ് കുറച്ച് കാര്യമായിട്ട് എന്തോ കൊടുത്തു. ബർത്ത്ഡേ ഒക്കെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ അല്ലേ? പിന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് പറയുന്നതാ. ഞാൻ ഉദ്ഘാടനം കഴിക്കട്ടെ. ആക്രാന്തം കൊണ്ട് ഉദ്ഘാടനം കഴിക്കട്ടെ. ഞാനുണ്ട് അടിപൊളി നെച്ചോറ്
ടേസ്റ്റ്. അതല്ലേ ചോറിന് ടേസ്റ്റ് മാറുമല്ലോ. ആൾക്കാരൊക്കെ അല്ലേ, അതായത് മെഷീനൊന്നല്ലോ. സംഗതി എന്തൊക്കെയാലും എനിക്ക് നേർച്ച ചോറിന് തേങ്ങാച്ചോറും ബീഫാണ് ഇഷ്ടം കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളിവിടെ തേങ്ങാച്ചോറ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെയും മോഡലൊക്കെ മാറ്റി. എന്തായാലും നേർച്ച എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരിക നല്ല ചെമ്പിലുണ്ടാക്കിയ ബീഫും തേങ്ങാച്ചോറും. പനി ഇങ്ങനെ വന്നിട്ടും പോയിട്ടും ഇങ്ങനെ ഇപ്പൊ വിട്ടിക്കാണ് കേട്ടോ. പനി പനി വിട്ടതിന്റെ ക്ഷീണത്തില്ല. ഇന്നും കൂടെ ഉണ്ടാവും എന്താണ് ശല്യപ്പെടുത്തല്ലേ, കുട്ടീനെ ശല്യപ്പെടുത്തല്ലേ. ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഇക്ക എന്താ പായസം വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. പ്രിയപാലയുടെ പോയിട്ട് കൂടെ എനിക്കൊരു ഡയറി മിൽക്കും പതിവ് പോലെ. നമുക്ക് ഈ പ്രാവശ്യം എല്ലാവർക്കും ഉള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇതില്ലേ. ഷെഫ്മാനോട് ഞാൻ പറഞ്ഞു, ഷെഫ്മാന്റെ ബർത്ത്ഡേ December 29 അപ്പൊ ഞാൻ പറഞ്ഞേ ഓനോടേടാ എന്റെ ബർത്ത്ഡേ സമ്മാനം അടുത്ത മാസം വരിക ഇറങ്ങി കേട്ടോ. January 30 അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പൊ സമ്മാനം കിട്ടിയിട്ട് ഓൻ ഭയങ്കര കരച്ചില്. എല്ലാരും കണ്ടില്ലേ ഈ സമ്മാനം കിട്ടിയിട്ട്. വന്നില്ലേ എന്തിനാ ഇക്കാക്ക് ഭയങ്കര കരച്ചില്. അങ്ങനെ ഒരു ഇക്കാക്കും കുഞ്ഞിപ്പെങ്ങളും ഉണ്ടായി. ഇക്കൊല്ലത്തെ എല്ലാരും ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇവള്. യാമക്കുട്ടിയുടെ മുടി വെട്ടണില്ല ഇനി വെട്ടണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മുടിയൊന്നും ഞങ്ങൾ വെട്ടണില്ല. മുടി ഞങ്ങൾ ഇങ്ങനെ നീട്ടി വളർത്താൻ പോവാ. ഞാൻ പറയും മുട്ടുത്തുമ്പോ മുടി ഇങ്ങനെ ആക്കണം. ഇടയില് നമ്മളൊന്ന് വെട്ടി കൊടുക്കട്ടെ. നമ്മള് പിന്നെ നമ്മളെ കൈത്തോല് അറിയാവുകൊണ്ട് സൈഡിൽ കൂടെ ഒക്കെ നമ്മള് പെരുന്നാൾ വെട്ടി വെട്ടുന്നുണ്ട്. ഈ ബൂബുവിനൊക്കെ ഉണ്ട് മമ്മന്റെ ബർത്ത്ഡേ പായസം. എനിക്കില്ലെന്നാ ഓൾക്ക് ഇതൊന്നും പോരെ മൂലക്കാരി. കൊല്ലം കഴിഞ്ഞാൽ അവൾക്ക് പായസം ഉണ്ടാവും, കേക്ക് ഉണ്ടാവും. അപ്പൊ നമ്മള് ബർത്ത്ഡേ പായസാണ് കേട്ടോ. സംഗതി പ്രിയപാലന്റെ ആണെങ്കിലും ഓളെ കണ്ണ് പായസത്തുമ്പോ. അന്റെ കൂടി കഴിഞ്ഞോ? പ്രിയപാലത്തെ പായസം ഉണ്ടല്ലോ, അടിപൊളി പായസമാണ് കേട്ടോ. ചെറുപ്പശ്ശേരി പെരിന്തൽമണ്ണ വഴിയൊക്കെ ആരെങ്കിലും പോകുമ്പോ പ്രിയപാലടിയിൽ ഇറങ്ങിയിട്ട് ഒരു ക്ലാസ് പായസമാണ് കുടിച്ചോളൂ. പിന്നെ ഡ്രൈവ് ചെയ്യാനും കഴിയൂല കേട്ടോ, വേറെ കാര്യം. നാളെ ഞങ്ങള് ഇക്കാന്റെ വകയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റിന് വേണ്ടി പോവോ അതെന്താണെന്നുള്ളതൊക്കെ നാളെ പറഞ്ഞു കേട്ടോ. നാളെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. പോവാണെങ്കിൽ കാണിച്ചു തരാം, പോയില്ലെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു തരാം. എന്താണ് സംഭവം. അപ്പൊ ഞാൻ നാളെ കാണാം അല്ലേ. നാളെ കാണാം. ബൈ ബൈ. അപ്പൊ നമ്മള് ഇന്ന് ഇക്കാന്റെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവട്ടോ. ഗിഫ്റ്റ് മേടിക്കാനെ മറ്റേ പോണത് എടുക്കാണെന്നുള്ളത് ഞങ്ങള് അവിടെ എത്തുമ്പോ നിങ്ങൾക്ക് കാണാല്ലേ. യാമിക്കുട്ടിയുടെ തറവാട്ടിക്ക തറവാട്ടി പോകാൻ വേണ്ടി ചെരുപ്പൊക്കെ ഇട്ട്. അപ്പൊ ചെരുപ്പ് കാണിച്ചോട്ടാ ഇട്ടോളെ വള്ളിച്ചെരുപ്പ്. പോവാ യാമിക്കുട്ടി ക്ലിപ്പൊക്കെ കുത്തിക്കും. യാമിക്കുട്ടി കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, തുടച്ചൊക്കെ വൃത്തിയാക്കിക്ക. ഒന്നുമില്ല. പണിക്കാരത്തിയോ? പണിക്കാരത്തിയല്ല, പണിക്കാരത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഒന്നും കുളിപ്പിച്ചിട്ടില്ല. ഇന്നലൊക്കെ കുളിപ്പിക്കാം അല്ലേ? ഇന്നും കുളിപ്പിക്കാം. ഞങ്ങൾ ജസ്റ്റ് തുടച്ചൊക്കെ റെഡിയാക്കി. ഞങ്ങളെല്ലാരും കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ. പോവാ. ടാറ്റ പോവാണേ. തിരക്കിട്ട് വീക്ഷിക്കാണ്. തറവാട് എന്ന് പറഞ്ഞു, ഇതാണപ്പോ എന്റെ തറവാട്. 4 മാസം മുമ്പ് ഞാൻ ഇവിടുന്നാണ് പോയതാണ്. ഇപ്പോഴാണ് ഇവിടെ വന്നിട്ടുള്ളതൊക്കെ. അങ്ങനെ നമ്മളെ സർപ്രൈസ് സ്ഥലം എത്തിക്കാണ് കേട്ടോ. എന്നാലും സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് രാവിലെ പനിയായിട്ട് പണി പാളിയത്. ഞാൻ ഇവിടെയാണല്ലോ പ്രസവിച്ചിരുന്നത് ക്രാഫ്റ്റില്. അപ്പൊ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇക്കൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവരൊക്കെ ടീമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോക്കുണ്ട്. ഇതിലെന്താ പറയാ, നൈസ് റോസ്റ്റ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ നെയ് റോസ്റ്റും പിന്നെ ബീഫ് വരട്ടിയതും നല്ല ടേസ്റ്റാണ്. അപ്പൊ
ഞാൻ വീട് ഇങ്ങനെ ഇടക്കിടക്ക് പറയും എനിക്ക് നെയ് റോസ്റ്റ് ഒരു ദിവസം മേടിച്ചു തരണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ കിടക്ക് പറയാം എനിക്ക് ഇവിടുന്ന് പോകുമ്പോ എന്തായാലും നെയ് റോസ്റ്റ് മേടിച്ചു തരണ്ട്. ഒരു കാരണത്താല് പോകുമ്പോ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കലുണ്ട് ഇക്ക രാത്രിത്തെ നെയ് റോസ്റ്റ് ഇതുവരെ മേടിച്ചെന്നില്ലല്ലോ എന്ന്. അപ്പൊ ഇക്ക അങ്ങനെ വിചാരിച്ചത് ആക്കാരില്ലേ ബർത്ത്ഡേക്ക് അങ്ങനെ പോവാന്ന്. അപ്പൊ എന്തായാലും പോയി നോക്കി നോക്കി നമുക്ക് എങ്ങനെയുണ്ട് നെയ് റോസ്റ്റ്. ഇതിന്റെ അമ്പക്കുട്ടിയുടെ തറവാട്. അമ്പക്കുട്ടി ഇങ്ങോട്ട് വന്നത് ആദ്യം. കേക്കാന്റെ കുഞ്ഞിപ്പങ്ങളാ പിന്നെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് ഇവര്. ഞാൻ പോയൊക്കെ കേട്ടെ. ചട്നി റോസ്റ്റാണ് നെയ് റോസ്റ്റ് കേട്ടോ. നെയ് റോസ്റ്റ് കിട്ടിയില്ല. ബീഫ് ചക്കാവുന്നുണ്ട്. നമ്മളെ കടൊക്കെ വീട്ടിട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നെയ് റോസ്റ്റും ഇതൊക്കെ? നെയ് റോസ്റ്റ് രസം. എല്ലാത്തിലുള്ള നെയ് റോസ്റ്റ് പെട്ടെന്ന് നെയ് റോസ്റ്റ് രസമുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ആ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റാതെ ഒരു പോയി കഴിച്ചു വരുമ്പോ ഉള്ള ആ നെയ് റോസ്റ്റിന്റെ അതേപോലെ ഒരു കട എനിക്ക് ലല്ലബിയില് മുന്നിലൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ഇവരൊക്കെ പോകും കേട്ടോ. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ അവിടെ വെളിച്ചവും പാട്ടും ഒക്കെ കാണാം. അപ്പൊ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി അവിടേക്ക് ഒന്ന് പോകണം എന്നുള്ളത് പാർക്കിലേക്ക് പോകണം അടുത്ത ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. കാരണം ആ സമയത്ത് നമുക്കൊന്നും പോകാനും പറ്റുന്നില്ല. എന്ന പോലെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിങ്ങനെ ബലം വെച്ച് കിടക്കല്ലേ. അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് അപ്പൊ ആ ഒരു രസം, അതിന്റെ ഒരു രസം കേട്ടോ. അങ്ങനെ 42 വയസ്സ് കഴിഞ്ഞ് ഈ അടുത്ത 43 അല്ലേ. 40 വയസ്സ് എനിക്കായ സമയത്തേക്ക് ആ ബർത്ത്ഡേക്ക് പറഞ്ഞു 40 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭാഗ്യം വരാണ്ട് കേട്ടോ. പിന്നെ എന്ത് ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്ത് ഭാഗ്യമാണെന്ന് നിൽക്കാറില്ല. ഇക്ക പറയും, എപ്പോഴും പറയായിരുന്നു 40 കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭാഗ്യം വരാണ്ട് അങ്ങനെ പറയായിരുന്നു. പിന്നെയാണ് ഞാൻ എന്താ പ്രഗ്നൻ്റ് ആയത് കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയതൊക്കെ ആണ്. അല്ലാതെ ഇക്ക പറഞ്ഞു ചെയ്തിട്ടില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഭാഗ്യം വരാണ്ട്. അങ്ങനെ ആ ഭാഗ്യമാണ് ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പത്താം വീട്ടിൽ കുട്ടികളൊക്കെ പറയും അല്ലെങ്കിൽ പിന്നെ ഞങ്ങളല്ലേ എന്ന് പറയും. കാരണം എനിക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് പറയും കേട്ടോ. അപ്പൊ അതങ്ങോട്ട് ശരിയാവലുണ്ട്. മിക്ക കാര്യങ്ങളും ശരിയാവലുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ 40ാമത്തെ വയസ്സിൽ ഒരു ഭാഗ്യം വരാണ്ട് പറഞ്ഞിട്ട് വന്നതാണ് ഈ ഒരു ഭാഗ്യം കേട്ടോ. ഒക്കെ പറഞ്ഞിട്ട് ഇതൊന്നല്ല ഇനിയും വരാനുണ്ട് ഇത്ര. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം അടുത്തതും കുട്ടിയാ വരൂല്ലേ. നമുക്ക് കാണാലോ. കാലൊക്കെ കൊടുക്കട്ടെ. അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ദേഷ്യം പിടിച്ചിട്ടുണ്ട്. എല്ലാരും ഓരോന്ന് തിന്നിട്ടേ.